മദ്യപിച്ചെത്തിയ ആള് ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി വെളിയിലിട്ടു. പെൺകുട്ടിയുടെ നട്ടലിന് ഗുരുതര പരിക്ക്. ഈ ഒരു ന്യൂസ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സാഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിലിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ എത്ര പറഞ്ഞാലും കോമൺ ഡേ ടു ഡേ ലൈഫിൽ ഇന്ത്യൻസ് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു മീഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രെയിൻ. ആൻഡ് ട്രെയിനിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇന്നും ഭയങ്കര കൂടുതലാണ്. അതിപ്പോ പീഡനം ആ ഒരു ലെവലിൽ വേണമെന്നില്ല. ഇപ്പൊ ടീസിങ് ആയിക്കോട്ടെ, ഒരുപാട് മോശമായിട്ടുള്ള നോട്ടങ്ങള്, സംസാരങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അതിൽ എക്സ്പെഷ്യലി ഇങ്ങനെ കുടിച്ചിട്ട് വരുന്ന ആൾക്കാരെ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോ ഇതിലിപ്പോ നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് നടപടിയാവുന്ന കാര്യമല്ല. ആൾക്കാർക്ക് ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ മിക്കവർക്കും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിന്റെ ഡോർ കിടന്ന് ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡും നമ്മുടെ ടിക്കറ്റും കാണിക്കണം. നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോലും ആര് വന്നാലും ആർക്കും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇതേ സെയിം ഒരു സ്ക്രീനിങ് സിസ്റ്റം എനിക്ക് തോന്നുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസിലും വെക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ടിക്കറ്റും ഐഡന്റിറ്റി കാർഡും ഉള്ളവരെ മാത്രം ഉള്ളിലേക്ക് എടുത്തു വിടുക. ആൻഡ് മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട് വരുന്നുള്ള ആൾക്കാരെ ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാൻ നോക്കാം. അതുപോലെ തന്നെ വേറൊരു ന്യൂസ് ഇപ്പൊ കണ്ടതാണ്. കോയമ്പത്തൂരിൽ ഒരു കുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ആൻഡ് പ്രതികളെ പോലീസ് എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നു എന്നുള്ളത്. ആൻഡ് ആൾക്കാർ ഭയങ്കര അടിപൊളി, അങ്ങനെ തന്നെ വേണം, കേരളത്തിലാണെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു, തമിഴ്നാട്ടിൽ ആന്ധ്രയിലൊക്കെ ഇത് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തൊരു കഷ്ടമാണല്ലേ, ആൾക്കാർക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ആർക്കും ഒരു വിശ്വാസമില്ല. സോ കോടതി വഴി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് ആർക്കും അറിയാം. എക്സാമ്പിൾ ഇപ്പൊ ഗോവിന്ദചാമിയൊക്കെ ഇപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്. അമീറുൽ ഇസ്ലാം, ജിഷ കേസിലെ ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അറിയാം നമ്മൾ ഇതുവരെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. സോ ആൾക്കാർ ഇങ്ങനത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ഇത് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡെമോക്രസി, ഒരു ഡെമോക്രാറ്റിക് കൺട്രീനെ സംബന്ധിച്ചും അത് സൂട്ടബിൾ ആണോ, അതോ ഇങ്ങനത്തെ കേസുകൾക്ക് ഇങ്ങനത്തെ ശിക്ഷകൾ തന്നെ കൊടുക്കണം എന്നാണോ, ഇങ്ങനെ എൻകൗണ്ടർ പോലത്തെ എക്സ്ട്രീം നടപടികൾ സ്വീകരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ നമ്മുടെ നിയമ വ്യവസ്ഥിതി, എക്സ്പെഷ്യലി ഇങ്ങനത്തെ റേപ്പ്, അങ്ങനത്തെ വയലന്റ് രീതിയിലുള്ള മർഡർ, മൈനേഴ്സിനെതിരായുള്ള അതിക്രമങ്ങളിലൊക്കെ നമ്മുടെ നിയമങ്ങൾ മാറണമെന്ന് ആണോ നിങ്ങൾ വിചാരിക്കുന്നത്? മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണോ ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി വീഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു.